ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പാർട്ടി വെയർ ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എൻ്റെ ബ്രദറിൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയൽസ് കേട്ടോ. ഈ മെറ്റീരിയലിൻ്റെ പേരെന്താണെന്ന് എനിക്ക് മറന്നുപോയിട്ടുണ്ട്. ഞങ്ങളിത് പരാഗിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടോപ്പിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1.25 മീറ്ററും അതുപോലെ പാൻറ്റിനും ഷോളിനും കൂടി വേണ്ടിയിട്ട് നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് 4.5 മീറ്ററുമാണ്. അപ്പോൾ അതേപോലെ തന്നെ 4.5 മീറ്ററാണ് ലൈനിങ് എടുത്തത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് അംബ്രല പലാസോ സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ആദ്യം രണ്ടായിട്ട് മടക്കി അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തത് അരവണ്ണാണ്. അരവണ്ണം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് ചെറുതായിട്ട് ഞാനൊന്ന് കേവായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു കേവ് വരുന്ന ഭാഗത്തുനിന്ന് ടോട്ടൽ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പലാസോയുടെ ടോട്ടൽ ലെങ്ത്ത് വന്നിട്ടുള്ളത് 35 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിത് ലൈനിങ് പീസ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു 2 ഇഞ്ച് കുറച്ചിട്ട് 33 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ 33 ഇഞ്ച് വേസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ക്രോച്ച് ഏരിയ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രോച്ച് വരുന്നത് 13.5 ഇഞ്ചാണ്. 13.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഒരു 2.5 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇതേപോലെ വേസ്റ്റ് നിന്ന് ക്രോച്ചിലേക്ക് ഇതുപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ക്രോച്ച് ഏരിയ ഒന്ന് കേർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. ഇത്രയാണ് നമ്മുടെ മാർക്കിങ് വരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ സെയിം കട്ട് ചെയ്തിട്ടുള്ള ഭാഗമാണ് ഇനി നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് വെച്ചിട്ട് ഇതേ അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ജോയിൻറ്റ് വരും. 2 സൈഡ് ജോയിൻറ്റ് പീസ് ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗവും ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു 2 പീസ് ചെറിയൊരു പീസ് നമുക്കവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതും കൂടി ഞാനിതിൻ്റെ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ 2 പീസ് എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് തയ്യൽ തുമ്പ് ചേർത്ത് വെക്കുന്നത് പോലെ മുകളിലേക്ക് വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ പീസിൻ്റെ ഒരു വ്യത്യാസം മാത്രമാണുള്ളത്. നമുക്കതൊന്ന് ജസ്റ്റ് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. നമുക്കത് കട്ട് ചെയ്യുന്ന സമയത്ത് പിന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ മുകളിലേക്ക് തുണി വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ കട്ട് ചെയ്ത പീസൊക്കെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തും ഇതേപോലെ ആദ്യം 2ആയിട്ട് മടക്കുക. അതിനുശേഷം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയിട്ട് നമ്മുടെ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. കറക്റ്റ് ലെങ്ത്ത് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലൈനിങ്ങിൽ 33 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. നമ്മുടെ ടോട്ടൽ ലെങ്ത്ത് വന്നിട്ടുള്ളത് 35 ഇഞ്ചാണ്. മെയിൻ ക്ലോത്തിൽ നമ്മൾ 35 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്ത്. ഇനി നമുക്ക് കുർത്തിയുടെ മെഷർമെൻറ്റാണ്. ലൈനിങ്ങിലാണ് നമ്മൾ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 25 ഇഞ്ചാണ്. ലൈനിങ്ങിൽ ഞാൻ 1 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ബാക്കി മെഷർമെൻ്റ് എല്ലാം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ വന്നിട്ടുള്ളത് 6 ഇഞ്ചാണ്. ആം ഹോള് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഒരു എൽ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് ഞാൻ നമ്മുടെ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ചെസ്റ്റ് മാർക്ക് ചെയ്യാണ്. 8 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ട് 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. വേസ്റ്റും അതുപോലെ തന്നെ 8 ഇഞ്ചാണ് വരുന്നത്. ഇതൊരു ഷോർട്ട് കുർത്തി മോഡലാണ് കേട്ടോ വരുന്നത്. കാരണം നമ്മുടെ അംബ്രല പലാസോ ആണല്ലോ അതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഷോർട്ട് കുർത്തിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. നമ്മുടെ വേസ്റ്റും ഹിപ്പ് സൈസും എല്ലാം മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ടുള്ള അളവാണ്. അതെല്ലാം നമുക്ക് നോർമൽ മാർക്കിങ് ചെയ്തിട്ട് തയ്യൽ തുമ്പ് അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെ 2 മാർക്കിംഗ് ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിൽ നെക്ക് വന്നിട്ടുള്ളത് 4 ഇഞ്ചാണ്. ബാക്ക് നെക്ക് 3 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. വിഡ്ത്ത് വന്നിട്ട് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഷോൾഡർ സ്ലോപ്പ് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്.
ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നോർമൽ മെഷർമെൻറ്റും കൂടി ഞാൻ അതിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തയ്യൽ തുമ്പ് കൂടി വരുന്ന ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി സെയിം നമ്മുടെ ലൈനിങ് നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് വെച്ചിട്ട് ടോട്ടൽ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ അതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതിന് ശേഷം ഞാൻ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 13 ഇഞ്ചിലാണ് സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് ഒരു 2.5 ഇഞ്ചോളം ഞാൻ അതിൻ്റെ ബോർഡർ വർക്ക് വരുന്ന ഭാഗം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ലെങ്ത്ത് 13 ഇഞ്ചിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു സെയിം അളവിൽ തന്നെ നമുക്ക് ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. നോർമൽ സ്ലീവ്സാണ്, സിമ്പിളായിട്ട് വരുന്ന സ്ലീവാണ് കേട്ടോ വരുന്നത്. മാരേജ് ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ടൈപ്പ് ഡ്രസ്സുമാണിത്. ഇതിപ്പോൾ പെട്ടെന്ന് വന്നിട്ടുള്ളൊരു ഐഡിയ ആയിരുന്നു കേട്ടോ. വീടിൻ്റെ തൊട്ടടുത്ത് കല്യാണമായിരുന്നു, പെട്ടെന്ന് റെഡിമെയ്ഡ് എടുക്കാമെന്നുള്ള ഒരു ഐഡിയയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഭയങ്കര റേറ്റ് ആയിരുന്നു കുട്ടികൾക്കുള്ള ഇതേപോലുള്ള ഡ്രസ്സിന്. അപ്പോൾ പെട്ടെന്ന് വന്നൊരു ഐഡിയയിലാണ് മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസം ഇരുന്നിട്ടാണ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ പലാസോയുടെ ഒരു ഭാഗം നമുക്ക് ആഡ് ചെയ്യാനുണ്ടായിരുന്നല്ലോ, ആ ഭാഗം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 2 പീസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. ലൈനിങ് പീസിൽ മാത്രമാണ് നമുക്ക് ഇതുപോലൊരു അഡീഷണൽ ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. മെയിൻ ക്ലോത്തിൽ നമുക്ക് കംപ്ലീറ്റ് ലെങ്ത്തും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മെയിൻ ക്ലോത്തിൽ വേറെ സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല. സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ അങ്ങോട്ട് അടിക്കാനേ ഉള്ളൂ. 2 പീസ് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും കൂടി ഞാനൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എല്ലാ ഭാഗവും ഒന്ന് ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തെന്നിപ്പോവാതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് 2 പീസും ലൈനിങ്ങും കൂടി ചേർത്ത് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അടിച്ചതിന് ശേഷം നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ ക്രോച്ച് ഏരിയ 2 സൈഡിലും ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്യാം. ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് എന്തായാലും ചെയ്യാം കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ചെയ്യാതിരിക്കരുത്. അതുപോലെ ഒരുപാട് വീതി വെച്ചിട്ട് ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നീറ്റില്ലാത്ത പോലെ തോന്നും. നമ്മളൊരു 1/2 ഇഞ്ച് മെഷർമെൻറ്റ് നമ്മൾ നോർമൽ ചെയ്യുന്ന ആ ഒരു മെഷർമെൻറ്റിൽ മാത്രം നമ്മൾ ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഒരുപാട് വീതിയിൽ ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ബാൻഡ് വെച്ച് കൊടുക്കുകയാണ്. ഇലാസ്റ്റിക് വെക്കാനുള്ള ബാൻഡ് വെച്ച് കൊടുക്കുകയാണ്. അതും ഇതേപോലെ തന്നെ ഞാൻ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് വെക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 ഇഞ്ചിലാണ് മെറ്റീരിയൽ കട്ട് ചെയ്തിട്ടുള്ളത്. 3 ഇഞ്ച് വീതിയിൽ നമ്മുടെ വേസ്റ്റിന് എത്രത്തോളം തുണി ആവശ്യമുണ്ട് അത് നോക്കിയിട്ട് ആ ഒരു സെയിം അളവിൽ ഞാൻ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടി ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഇതേപോലെ നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് നല്ല വശവും ചേർന്ന് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ പാൻറ്റിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നോർമൽ ഞാൻ ഡബിൾ ഫോൾഡിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം ഒരു തവണ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഒന്നുകൂടി മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴെ ഭാഗം നല്ല നീറ്റായിട്ടാണ് നമുക്ക് കിട്ടുക. ചുളിവുകളൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ. ആദ്യം ഒരു മടക്കിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുക, അതിനുശേഷം ഒന്നുകൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് താഴെ ഭാഗം കിട്ടും. ഈ അംബ്രല്ല ഫ്രോക്ക് അതുപോലെ സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് താഴ്ഭാഗം കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ചുരുണ്ടായിരിക്കും ഇരിക്കുക, താഴെ ഭാഗം ഒരു നീറ്റ് ഉണ്ടാവില്ല കാണാനായിട്ട്. നമ്മൾ എത്ര നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്താലും താഴ്വശത്തേക്ക് വരുമ്പോൾ ഒരു ചുളിവുകളൊക്കെ വന്നിട്ട് ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നും. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ പാൻസ് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മോഡലാട്ടോ. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബിഗിനേഴ്സിനാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഷോർട്ട് കുർത്തിയും അംബ്രല്ല പലാസോ ആണ് വരുന്നത്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. നമ്മുടെ പലാസോയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ടോപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ടിലെ പീസാണ് ആദ്യം ചെയ്തെടുക്കുന്നത്. നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ലൈനിങ്ങിലാണ് ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നോർമൽ നെക്കാണ്, റൗണ്ട് നെക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് പീസിൽ ഇതുപോലെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുക. ഈ ഒരു മോഡൽ തന്നെയാണ് നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. ബാക്കിൽ അതുപോലെ നമുക്ക് സിബ്ബ് ഒന്ന് വെച്ച് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്തിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് സിബ്ബ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സിബ്ബ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ക്രോസ് പീസ് വെച്ചിട്ട് നമുക്കൊന്ന് ബാക്ക് നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിലാട്ടോ. ഇതുപോലെ ചെയ്യുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വീഡിയോസിലും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിൽ കൂടുതലായിട്ട് കാണിക്കാത്തത്. മുൻപ് ചെയ്ത എല്ലാ വീഡിയോസിലും ഞാൻ എങ്ങനെയാണ് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യാന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ. നമ്മൾ ആ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഞാൻ ലൈനിങ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. എനിക്ക് ഈ ഒരു ഭാഗം എപ്പോഴും തെറ്റിപ്പോകുന്നൊരു ഭാഗമാണ്. മറന്നു പോവും, തെറ്റിപ്പോവല്ല മറന്നു പോവും. അവസാനം ഇത് ജോയിൻ ചെയ്യുന്ന സമയത്താണ് ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം മടക്കി അടിച്ചിട്ടില്ല എന്നുള്ള ഓർമ്മ ഉണ്ടാവുക. അപ്പം ഇരുന്ന് അടിക്കുന്നതാട്ടോ. എപ്പോഴും എനിക്ക് മറന്നു പോവും. നിങ്ങളതുപോലെ മറക്കുന്നവരാണെങ്കിൽ ആദ്യമേ നമ്മൾ അതുപോലെ തന്നെ എല്ലാ ലൈനിങ്ങിൻ്റെ താഴ്വശമൊക്കെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ സ്ലീവ്സാണ് ചെയ്യുന്നത്. സ്ലീവ് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ മുകളിൽ നമുക്കൊരു ബോർഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ നല്ല വശത്തേക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ ബോർഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിടുന്ന സമയത്ത് ആ ഒരു ലെങ്ത്തിൽ കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ച് നോക്കിയിട്ട് അളവ് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഞാനൊന്ന് മുകൾ വശത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വർക്കൊക്കെ വരുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ നോർമൽ മെഷീനാണല്ലോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ 2 സ്ലീവ്സും ഞാൻ അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് ശേഷമാണ് ഞാൻ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഫ്രണ്ടിലെ കൈക്കുഴി ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിതുപോലെ ഷോൾഡറിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാനെപ്പോഴും ഈ ഒരു രീതിയിലാണ് ചെയ്യാറുള്ളത്. സെൻറ്റർ പോയിൻ്റ് ഒന്ന് ആദ്യം ഒരു പിൻ ചെയ്ത് വെച്ചതിന് ശേഷം 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം എന്നുള്ളത് ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. എനിക്കിതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നാറുള്ളത്. ഞാൻ ഈ ഒരു രീതിയിലാണ് എപ്പോഴും ചെയ്യുക. ആദ്യം നമ്മുടെ ഷോൾഡർ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യും. അതിന് ശേഷം 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഒന്നുകൂടി ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മുടെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഷേപ്പൊക്കെ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഓപ്പൺ വരുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഓപ്പൺ വരുന്ന ഭാഗം വരെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഓപ്പൺ ഞാൻ ഒരു സ്റ്റിച്ചേ കൊടുക്കുന്നുള്ളൂ. കാരണം ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. നല്ല ബീഡ്സൊക്കെ വരുന്ന ഭാഗമായതുകൊണ്ട് ഒരു സൈഡ് മാത്രമാണ് ഞാൻ ഓപ്പൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓപ്പണിൻ്റെ 2 സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കുറച്ച് വൃത്തി ഉണ്ടാവുക. പക്ഷേ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു സൈഡിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയാണ് നമുക്ക് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ.
നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന മോഡലാണ്. കുർത്തീസൊക്കെ എല്ലാവരും ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതുപോലുള്ള മെറ്റീരിയൽസൊക്കെ വാങ്ങിയിട്ട് നമുക്കൊരു പാർട്ടി വെയർ ഡ്രസ്സൊക്കെ സ്വന്തമായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഷോൾ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഷോളിൻ്റെ കരഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിലൊരു ലേസും കൂടി വെച്ച് കൊടുക്കാനുണ്ട്. 4 സൈഡിലും ലേസ് വെക്കുന്നില്ല, ലെങ്ത്ത് വരുന്ന ഭാഗത്ത് മാത്രമാണ് ലേസ് വെച്ച് കൊടുക്കുന്നത്. ആദ്യം ഞാൻ ഈ ഷോളിൻ്റെ 4 വശമൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്കൊരു ലേസ് കൂടി വെച്ച് കൊടുക്കാം. ഇത്രയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഹെൽപ്ഫുള്ളായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.